ഈയിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഞാൻ ഈ അമ്മുക്കുട്ടിയായിട്ട് അങ്ങനെ സംസാരിക്കുവോ? ഇല്ലായിരിക്കില്ലേ. ഒരു 3-4 വർഷം ഞാനേ അമ്മുക്കുട്ടിയായിട്ടാണ് സംസാരിച്ചത്. സെറ്റാക്കാം. ഇത് കണ്ട ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ സെറ്റ് ചെയ്തതാണ്. സംസാരിക്കാൻ ആരോ ഉള്ള സ്ഥലം എടാ ഇപ്പം ആരും ഇല്ല, സിറ്റിന് ആരും ഇല്ല, മനസ്സിലായ? ഹലോ 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 കേക്കുന്നില്ല മുതുക്ക പേരെന്തോ? വെള്ളവണ്ടി. ഞാനൊന്ന് കാണിച്ചില്ലല്ലോ. വൈകുന്നേരം കേറിട്ട് കാണിച്ചു വെക്കാൻ മറന്നു. പിന്നെ സംസാരം വണ്ടി കയറും. ഇതാരാ വണ്ടി ഓടിക്കുന്ന ആരാ? കാര്യം പറയാം, ഞാൻ സിറ്റിയില് പുതിയതാണ്. പിന്നീട് വിഷമിക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇല്ല ഞാൻ പറയാണ് നിങ്ങൾക്ക്, എനിക്കിപ്പോ ആൾബലമില്ല, ഒന്നുമില്ല, വണ്ടി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പേര് വില്ലൻ. எனக்கு அப்படி ஒரு வில்லை இல்லை. இருந்ததெல்லாம் ഞാൻ കൊന്നു വിട്ടു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പിടിച്ചോണ്ടെന്ന് പറയാമോ? ഇന്ന് വൈകുന്നേരം വന്നപ്പോ എന്തിനായിരുന്നു ഇവിടെ കാണിച്ചത്? കേക്കട്ടെ. ഞാനൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഈ ചേട്ടന്റെ പേരെന്തിനാണ് ഈ വീതുളിയുള്ള സൈഡില്? ആര്? ഇത് തലേ 3. ഓക്കെ അല്ല ചോദിച്ചാണ്. അല്ല ഈ സൈഡിൽ ആ ചേട്ടന്റെ സ്റ്റൈൽ എന്നോട് ചോദിച്ചാണ്. അറിയത്തില്ല. അപ്പൊ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ബെല്ലറായ. ഓക്കെ. അല്ല ഇപ്പൊ ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്നൊന്ന് പറയാമോ താങ്കൾക്ക് എന്നോട്? തെറ്റൊന്നും ചെയ്തില്ല. കണ്ടപ്പോ നമുക്ക് പിടിച്ചില്ല. ഒരു സിറ്റിയിൽ പുതിയതായിട്ട് വന്നൊരു വ്യക്തിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന റാഗിയെന്ന് അത്ര നല്ല പരിപാടിയൊന്നും അല്ല. ഞാൻ പറയാണ്, ഞാനിപ്പോ സിറ്റിയിൽ വന്നത് തനിയാണ്. കൈയൊക്കെ താത്തിട്ടോ. അഭിനയം കൊള്ളാം അല്ലേടാ? അല്ല ഫ്രീക്ക് വെച്ചായിട്ടൊക്കെ വന്നിറങ്ങിയൊക്കെയാണ്. ചെയിനൊക്കെ വലിയ ചോറാണ് കാശോട്ടോ. റോൾ ഗോൾഡ് കണ്ടാലേ അറിയാലോ. ഇത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വില്ലൻ ദാസ്, അതായത് വാസോണന്റെ ജയിലിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വാസു, പരുന്ത് വാസുവിനെ തിരക്കി വന്ന ആളാണ്. പണ്ടൊരു അമ്മുക്കുട്ടി ഉണ്ടായിരുന്നു. അമ്മുക്കുട്ടി കേട്ടിട്ടുണ്ടോ? അമ്മുക്കുട്ടി അമ്മുക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ. ആള് സിറ്റിയില് വരുമെന്നും സാമ്യം തോന്നില്ല. എവിടെ ചേട്ടനായിട്ട് വരുമല്ലോ. ഞാൻ അമ്മുക്കുട്ടിയുടെ ചേട്ടനാണ്. ഞാൻ എന്റെ അളീനെ തപ്പിയിട്ട് വന്നതാണ്. അളീനെ തപ്പി അളീനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക്.
എന്റെ വാസുവളിയൻ ഓ எப்படி அது எப்படி ஆகும் முடியாது കണ്ടിട്ടോടെ നമുക്ക് ഒന്ന് കാണിച്ചു തരണം കുറെ ഇത് വാസവണ്ണന്റെ അളിയനാണ് അമ്മുക്കുട്ടി തമ്മില് ഭയങ്കര കഴിച്ചില്ലല്ലോ എന്നോട് അമ്മുക്കുട്ടി കുറച്ച് കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ടേ. എന്തോന്ന് അത് ഞാൻ അളിയനോട് പറയാം, തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. എനിക്ക് അളിയനോട് எப்படி நண்பனோ நீங்க ஏதாவது டெரரிஸ்ட் அட்டாக்கர் ஆன நமக்கு எப்ப தெரியும் ഇവനെന്തി പറയുന്നത് എന്റെ பார்த்தாலே മാറിക്കാൻ പറ 50 രൂപ മാറി ഓ ശരിയാണില്ലേ, ജാൻമണിയെ പോലുണ്ട് ഇവന്റെ സംസാരത്തിൽ. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു യാത്രകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അണ്ണൻ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണൻ വരും ഇങ്ങനെ മമ്മൂക്കുട്ടിയുടെ ചേട്ടൻ വരും, ആളെ നോക്കണം, വരുമ്പോഴേ തൂക്കിക്കോളാൻ പറഞ്ഞായിരുന്നു. വരുമ്പോഴേ അങ്ങ് തൂക്കിക്കോണോന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു തൂക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലേ, മനസ്സിലാകത്തില്ല, ആ രീതിയിൽ അങ്ങ് ഫ്രഷ് ആയിരുന്നു കേട്ടോ. എന്തായാലും ആർക്കും മനസ്സിലാവരുത് നിങ്ങള് നമ്മളെ കാണാനാണ് വന്നേന്ന്. അതുകൊണ്ടാണ് അവിടെ വെച്ചൊരു ഗലാട്ടുണ്ടാക്കിയത് പുതുക്കില്. പിന്നെ അല്ലാതെ നിങ്ങളിവിടെ ഇത്ര പേരെ ഉള്ളായിരുന്നു? ഓ നമ്മള് ഇത്ര പേരല്ലേ, ഇനി ഒരാളും കൂടെ ഉണ്ട്, പേര് മോൻ, സുനിമോൻ. ഇപ്പൊ വരും വില്ലമോൻ, സുനിമോൻ, நிறைய മോൻ இருக்கு. അപ്പൊ നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഈ സിറ്റി എന്ന് അണ്ണൻ പറഞ്ഞു. എനിക്ക് സിറ്റി സത്യം പറയാൻ എനിക്ക് സിറ്റി ഒന്ന് കറങ്ങി കാണണമെന്നുണ്ട്. പറ്റിയിട്ട് ഫുൾ ഒന്ന് ഇവന് സത്യം ഇവന് സംസാരം എനിക്ക് പിടിക്കുന്നില്ല കേട്ടാ. എന്റെ സത്യം പറഞ്ഞാ അതിനേക്ക് മതി, നിർത്ത്. ആ നമ്മളെ ആളാണ്, നമ്മളെ ഗസ്റ്റിനെ നമ്മൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുവാണ് ആള്, ഇത്രയും ശരിയായിക്കോളും. സിറ്റിയിൽ എല്ലാം ഒന്ന് കാണിച്ചു തുടങ്ങണം, എല്ലാ കാര്യങ്ങളും വിവരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങണം. നമ്മളെ വീട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കൊണ്ടുപോയി. അതെന്തിന് നിങ്ങളുടെ വീട് മാത്രം? അത് പാക്ക ടൈം ആയിട്ടില്ല. അണ്ണൻ പറഞ്ഞു പ്രത്യേകിച്ച് പറഞ്ഞ് വീട്ടിന്റെ പരിസരത്ത് അടുപ്പിക്കാൻ കൊള്ളുമല്ലോ. അതാണ് കൊള്ളൂല്ലോ. അണ്ണൻ വന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ വീട്ടിന്റെ പരിസരത്ത് കൊണ്ടുവരുന്നു. ഞാൻ വെളിയിൽ കൊണ്ട് എന്റെ പെങ്ങളെ ലൈനും അടിച്ചിട്ട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചാ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത. പക്ഷെ വീട്ടിൽ കയറ്റുന്നത് ഞാൻ വരാതെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓ ഇനി വല്ല സർപ്രൈസ് തരാനായിരിക്കും ചിലപ്പോ. കാമുകിക്ക് സർപ്രൈസ് കൊടുക്കില്ല, പിന്നെയാണ് നിങ്ങൾക്ക് ആര് പറഞ്ഞു കൊടുത്തില്ലാന്ന്. അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ അളിയൻ വരട്ടെ, കൊറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ പറയാം വരട്ടെ. അതെ അതെ, അളിയൻ വേണം, അളിയൻ വേണം. അതും പിന്നെ അല്ലെങ്കിൽ നാളെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കും ഞാൻ അളിയൻ ഇല്ലാത്തപ്പോ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്ന് പറയും. വെറുതെ എന്തിനാ? അതിനോട് വരുമ്പോ നമുക്ക് സംസാരിക്കാം. എനിക്ക് ഇവനേ ഉള്ളു സംശയം, ഇവനെ മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം. ഇവനായിരിക്കും പറഞ്ഞുണ്ടാക്കുന്നത് കൂടുതൽ. വിളിക്കണോ അതോ ദാസ് എന്ന് വിളിക്കണോ? അല്ല നിങ്ങൾക്കൊക്കെ എത്ര വയസ്സുണ്ടോ അത് കേക്കട്ടെ. നിനക്ക് ഇവിടെ പ്രായോ ഇതൊന്നും ഇല്ല. ആണോ? എനിക്ക് 10-32 വയസ്സുണ്ട്. ഞാൻ അതുകൊണ്ട് ചോദിച്ചു. അത്രേ ഉള്ളു. അപ്പൊ നിങ്ങള് കിളവന്മാരാണാ? നമ്മളെ കളവന്മാരെ പോലെ റെസ്പെക്ട് ഇല്ല. പിന്നെയാണ് 30 വയസ്സുള്ളവര്. അപ്പൊ നമുക്ക് എന്തിനു വിളിക്കാം? നിങ്ങളൊക്കെ വില്ലൻ ബായ് എന്ന് വിളി. അപ്പൊ അണ്ണ എന്ത് വിളിക്കും? വില്ലനെ വിളിക്കാം. അല്ല ഞാൻ ദാസപ്പ വിളിക്കാം. അതാര് ദാസപ്പൻ? அது அண்ணனுக்கு ஒரு ஈகோ இருக்கு அது மேல. ஆடாத அண்ணன் சொல்லாது, நான் சொல்லிட்டேன். எப்படி கூப்பிடுறவங்கள
അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് நம்ம பத்து பேரு വില്ലൻ ബ്രോന്നോ വില്ലൻ ബായിന്നോ എന്ത് വേണേലും വിളിക്കാം. எங்க பேரு வந்து பெல்லாரி. ஆனா பெல்லாரின்னு என்ன கூப்பிடாது, ராயன் தான் கூப்பிடுறேன். அதே மாதிரி உங்க பேரு வில்லன் தாஸ், அப்ப தாஸ் தான் கூப்பிடுறோம். என்ன அம்பத்தூர் சிங்கம்னு கூப்பிடு, என்ன சிங்கம் தான் கூப்பிடு. ஆமா ஆமா. ഓക്കെ എന്റെ പേര് സ്റ്റീവ് അസ്രയില്ലേ, സ്റ്റീവ് എന്ന് വിളിച്ചാൽ മതി. ஆமா ஆமா Okay. அவர் ஆஸ்திரேலியா. ഞാൻ still David still എന്ന് വിളിക്കും. എന്താ വിളിക്കണം? വില്ലത്തിന്ന് വില്ലൻ. இதே மாதிரி உங்கள பேரு வில்லன் தாஸ், தாஸ் விളിക്കാം. ദാസ്. വില്ലൻ കേട്ടാ അവർക്ക് നിറ കേൾവി. എല്ലാരും എന്നെ എല്ലാരും വിളിക്കുന്നത് വില്ലൻ ബ്രോ എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കേ. ബ്രോ ബ്രദറിനെ പോലെ, നിങ്ങളുടെ ഒരു ബ്രദർ അത്ര തന്നെ. അപ്പം പുള്ളിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് എന്നെ വില്ലൻ ബ്രോ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെയുണ്ട് വില്ലൻ സെറ്റ്. വില്ലൻ സെറ്റ് അതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. വില്ലൻ സെറ്റ് മാച്ച് ഇല്ല. അങ്ങോട്ട് ചേരുന്നില്ല അങ്ങോട്ട്. അപ്പൊ എന്നെ വില്ലൻ ബ്രോ എന്ന് തന്നെ വിളിച്ചാൽ മതി. കൊള്ളാം. അല്ല വാസു എന്തേലും പിന്നെ എനിക്ക് കാശ് എല്ലാം തരുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വരുമ്പോ ഇങ്ങോട്ട് പൈസ തരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞല്ലോ. അല്ല കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു സത്യത്തില്. 2 കോടി തരുമെന്ന് പറഞ്ഞു. ജയിലിൽ പോകുന്ന സമയത്തേ ഞാൻ കുറച്ച് കാശും കൊടുത്തിട്ടുണ്ടായിരുന്നു വക്കീലിനെ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. ആള് വരുമ്പോ കുറച്ച് പൈസ തരും. പൈസ തന്നില്ലെങ്കിൽ ഇവിടെ പണിയെടുക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ ഒരു മാറ്റമില്ല കേട്ടോ. എപ്പോഴും പണിയെടുക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു പ്രത്യേകിച്ച്. എത്ര ടാർഗറ്റ് എത്രടാ പറഞ്ഞത്? എത്ര പറഞ്ഞു? എനിക്ക് നമ്മള് പലിശ കൂടുതലേ 15 കാണും. എനിക്കപ്പോ അങ്ങനെയാണെങ്കിൽ കുറച്ച് കാശ് കിട്ടാനുണ്ടായിരുന്നു. അത് മേടിക്കണം കൂടിയാണ് ഞാൻ വന്നത്. കുടുംബത്തിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അറിയാലേ, പെമ്പിളരി പാടില്ല. ആരാ പറഞ്ഞേ? മോശമാണ് പറഞ്ഞേ. അല്ല അന്നുമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത്, അതുകൊണ്ട് ലോയിന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. വാസു അങ്ങനെ മാറ്റിയതാണ്. കാരടിക്കേണ്ടി വരും. ഇതാരാ? ഇതാണ് മറ്റേ ഈഗോ എന്ന് പറഞ്ഞില്ലേ? കാരണം നമ്മള് ഇത് മറ്റേ ഹോട്ടലിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുള്ള സാധനം പോലെ ഉണ്ടല്ലോ. ആളെ വിളിച്ചോണ്ട് വരണം, എന്നാലും ആളെ വരുള്ളൂ. അത്രയ്ക്കാണ്. ഈ സീറ്റ് മാറാൻ അങ്ങനെ ഇരുന്നു, എല്ലാം മറന്നുപോയി. ഞാനേ കൺട്രോൾ 2 അടിക്കണം. എന്ത് പരിപാടി എല്ലാരും കൂടെ? ഇവിടെ ഒരു നടുക്കൊരാളെ ഇരുത്തേക്കണം, കണ്ട ശ്രദ്ധിച്ചോ? 54 നടുക്ക് കണ്ടാ? 55 സ്പ്രിലിന്റെ നടുക്ക് ഹായ് ബാബു. പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതന്നെ വില്ലൻ ദാസ്. ദാസപ്പൻ എന്റെ പേര് വില്ലൻ ദാസ് എന്നാണ്. കുറച്ച് കടുപ്പുണ്ട്. രാസപ്പൻ അത് മതി. എന്നെ ദാസപ്പന്നൊന്നും വിളിക്കണ്ട നീ. എന്നെ അതെന്താണ് എന്തൊരു വൃത്തിയുടെ സൗണ്ട് കേൾക്കുന്നേ? വണ്ടി കൊണ്ടിടക്കണേ. സംഭവം ബാബു അണ്ണ എന്നെ വിളിച്ചിരുന്നു വില്ലൻ ദാസ് എന്ന് പറഞ്ഞ. അണ്ണൻ വിളിച്ചിരുന്നു വില്ലൻ ദാസ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ വരും, എന്റെ പണ്ടത്തെ ജയിൽ മേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഏത് പീഡിപ്പിച്ചും മോട്ടിച്ചും ജയിലിൽ കട്ടും കിടന്നവനൊക്കെ കൊണ്ടുവരാനാണ് എന്തൊരു ഇതൊക്കെ. ബാബു അതല്ല ഞാൻ പറയാം. പണ്ട് ബാബുവിന് അറിയായിരിക്കും ഒരു അമ്മുക്കുട്ടി എന്ന് പറയുന്ന ഒരാളെ ഓർമ്മയുണ്ടോ? അമ്മൂച്ചേച്ചി അറിയാത്തതോ? എനിക്ക് അമ്മുക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ. അമ്മൂച്ചേച്ചിയുടെ ചേട്ടനാണ് ഞാൻ. നൈസ് ടു മീറ്റ് യു. അതെ സുഖമാണ്. വാസുവിന്റെ അടുത്ത് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വാസുവിനെ തപ്പി ഇറങ്ങിയതാണ്.